രണ്ടാളുകൾ പോലും കൂട്ടം കൂടി നിന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സ്ഥലത്താണ് ഇത്രയധികം ആളുകൾ കൂട്ടം കൂടി നിന്ന് ഒരു പ്രതിഷേധം നടക്കുന്നത്. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇത്തരമൊരു പ്രതിഷേധം, ഇത്രയും ആളുകൾ പങ്കെടുത്ത, അതും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് മുന്നിൽ, വസതിക്ക് മുന്നിൽ, ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇവരെ ഇവിടെ നിന്ന് മാറ്റേണ്ടത് സർക്കാരിൻ്റെ കൂടി ഒരു ബാധ്യതയെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കണ്ട് ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എത്തിയിട്ടുണ്ട്. സമരക്കാരോട് ഇവിടെ നിന്ന് പിരിയണമെന്ന് പോലീസ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. നീക്കങ്ങൾ നടന്നിട്ടും പോകാൻ കൂട്ടാക്കുന്നില്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇനി കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നേക്കുമോ? നിലവിൽ ഒരു കടുത്ത നടപടിയിലേക്ക്, അതായത് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് ആരെയും ഇവിടെ നിന്ന് മാറ്റേണ്ട എന്നുള്ള നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയ സ്ഥിതിക്ക് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇവരെ മാറ്റാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഒപ്പം പോലീസ് ഇതിൻ്റെ അനൗൺസ്മെന്റ് കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയായതിനാൽ അധിക സമയം ഇവിടെ ഇവരെ തങ്ങാനായിട്ട് അനുവദിക്കില്ല. കാരണം പ്രധാനമന്ത്രിയുടെ വസതിയാണ്, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലമാണ്, വലിയ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകും ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇത്തരമൊരു പ്രതിഷേധം തുടരുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും വേഗം ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുക. അതിൽ ചർച്ച നടത്തുന്നുണ്ട്. അതിൽ വിജയം കാണുകയാണെങ്കിൽ സമാധാനപരമായിട്ട് അവർ പിരിഞ്ഞു പോകും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരിക്കും സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുകയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സമരം ഇന്ന് മുന്നോട്ട് പോവുക. ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ തുടരുമോ അതോ നാളെയും ഈ സമരം ഇവിടെ തുടരുമോ എന്നൊന്നും അറിയില്ല. അത്തരമൊരു പ്രഖ്യാപനങ്ങളൊന്നും രാഹുലിൻ്റെയോ പ്രിയങ്കയുടെയോ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയോ ഭാഗത്തുനിന്നുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. രാഹുലിൻ്റെ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ രാഹുലിൻ്റെ അടുത്തുണ്ട്. രാഹുൽ ഗാന്ധി എന്തായാലും പോലീസിന് അങ്ങനെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നിലവിൽ സാധിക്കില്ല. പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ സാധാരണ പ്രവർത്തകരെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്ന പോലെ രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയെയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്തുക, പിന്നീട് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് രാഹുൽ ഗാന്ധിയോട് അറിയിച്ചുകൊണ്ട് നിലവിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാനാണ് സാധ്യത കൂടുതൽ. ഇനി എന്താണ് അടുത്ത മണിക്കൂറുകളിൽ നടക്കാൻ പോവുക എന്നറിയില്ല. എന്തായാലും ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിക്കുന്നുണ്ട്. അധികം പ്രവർത്തകരെന്തായാലും ഇവിടേക്ക് വിടുന്നില്ല. വഴി പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. ദിവ്യ.